Hi friends, welcome back to Nijinas Kitchen. എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മാങ്ങ അച്ചാറിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് തികച്ചും ഒരു സ്പെഷ്യൽ മാങ്ങ അച്ചാർ തന്നെയാണ്. നമ്മൾ ഇതിൽ മാങ്ങയുടെ കൂടെ ഈത്തപ്പഴം കൂടി ചേർത്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റുള്ള ഒരു കിടിലം അച്ചാർ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ കിട്ടും. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് വീണ്ടും വീണ്ടും കഴിച്ചു പോകും. അത്രക്കൊരു രുചിയുള്ള അച്ചാറാണിത്. ഞാനിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്നിട്ട് ഞാൻ കുറച്ച് പേർക്കൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ റെസിപ്പി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മാങ്ങയാണ്. ഞാനിവിടെ 8 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല മൂത്ത മാങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ മാങ്ങയുടെ തൊലിയൊന്നും കളയണ്ട. തൊലിയോട് കൂടി തന്നെയാണ് നമ്മൾ അച്ചാർ ഇടാൻ പോകുന്നത്. പിന്നെ ഇതിന്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആയ ഈത്തപ്പഴം കൂടി വേണം. ഞാൻ ഇതുപോലുള്ള ഒരു പാക്കറ്റ് മുഴുവൻ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പകുതി ഈത്തപ്പഴം എടുത്താൽ മതിയാവും. ഇതിന്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ മാങ്ങയൊക്കെ ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അധികം വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട, നല്ല ചെറുതായിട്ടും കട്ട് ചെയ്ത് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അച്ചാറൊക്കെ ഇടുമ്പോൾ കല്ലുപ്പ് തന്നെ ചേർക്കാൻ മാക്സിമം ശ്രമിക്കുക. കല്ലുപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഏകദേശം ഒരു മണിക്കൂറോളം ഇതൊന്ന് അടച്ച് മാറ്റി വെക്കണം. അപ്പോഴേക്ക് ഈ മാങ്ങയിൽ നിന്നും വെള്ളമൊക്കെ ഊറി വരും. മാങ്ങയും ഉപ്പും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു മാങ്ങയുടെ നല്ലൊരു കൊഴുത്തൊരു വെള്ളം ഇറങ്ങി വരും. നമുക്ക് ആ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അതുവേണ്ടി നമ്മളിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം വന്നിത് അടച്ചു വെച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത കവറിലെ ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ കുരുവൊക്കെ കളഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുതിരാൻ ആവശ്യമായിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വിനാഗിരി ചേർക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ചേർത്താൽ മതിയാവും. പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത്. ഇതൊരു അരമണിക്കൂർ നമുക്ക് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഇവിടെ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലപോലെ ഈത്തപ്പഴമൊക്കെ കുതിർന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അരച്ച് കിട്ടണം. അപ്പോൾ ഇവിടെ നല്ലപോലെ ഈത്തപ്പഴമൊക്കെ അരച്ച് വന്നിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇതേ സമയം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ മാങ്ങയൊന്ന് എടുത്ത് നോക്കാം. മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഈ എടുത്ത മാങ്ങയിൽ അധികം വെള്ളം വന്നിട്ടില്ല. ചില മാങ്ങയിലൊക്കെ നല്ലതുപോലെ നമുക്ക് വെള്ളം കിട്ടും. ഇതൊക്കെ നമുക്കൊന്ന് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഈ വെള്ളം കളയില്ല. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്. നമ്മൾ മാങ്ങയൊക്കെ വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ വെള്ളം മാറ്റിയെടുത്ത് ഈ വെള്ളം തിളപ്പിച്ചിട്ട് അതിലാണ് നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കൂടുതൽ കാലം ചീത്തയാവാതെ തന്നെ ഇരിക്കും. ഇനി നമുക്ക് ഒരു അടികട്ടിയുള്ള പാത്രം എടുത്ത് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. പാത്രം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുകും ഉലുവയും ഒക്കെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. അപ്പം നമ്മളിവിടെ ആദ്യമായിട്ട് തന്നെ 2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും ചേർക്കാൻ പാടില്ല. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കടുക് കരിഞ്ഞു പോവാനും പാടില്ല. ഏകദേശം ഒരു പൊട്ടി വരുന്ന ഒരു പാകമാകുമ്പോൾ നിങ്ങൾ ഫ്ലെയിം മാറ്റിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് കൊടുക്കണം. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയുടെ അളവ് കൂടി പോകരുത്. ഉലുവയുടെ അളവ് കൂടിപ്പോയാലും ഉലുവ കരിഞ്ഞു പോയാലും ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നിങ്ങളിത് സ്റ്റോപ്പ് ആക്കണം വറുക്കുന്നത്. ഇപ്പം ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഉലുവയും കൂടി മാറ്റി വെച്ച് കൊടുക്കാം. ഇനി 2 സെക്കൻഡോളം ഒന്ന് തണുക്കാൻ അനുവദിക്കുക. കുറച്ചൊന്ന് തണുത്ത ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ പരിപാടി തുടങ്ങാം. അതിനായിട്ട് നല്ല അടികട്ടിയുള്ള പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് നമുക്ക് ചൂടാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ പാത്രം ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് എള്ളെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം എള്ളെണ്ണ തന്നെ ചേർക്കാൻ ശ്രമിക്കുക. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കരുത്. എള്ളെണ്ണ ചേർത്ത് അച്ചാർ ഉണ്ടാക്കുമ്പോഴാണ് നല്ല സ്വാദ്. ഇനി ഇതിലേക്ക് നമ്മൾ എള്ളെണ്ണ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് നല്ലവണ്ണം പൊട്ടി വരണം.
അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഈ കടുകിൻ്റെ കൂടെ തന്നെ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമ്മൾ ഇതിലേക്ക് 2 വലിയ വെളുത്തുള്ളിയുടെ മുഴുവൻ അല്ലികൾ ചെറുതായിട്ട് മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8 പച്ചമുളക് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു കൈപ്പിടിയോളം വരുന്ന കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു സ്മെല്ല് വരും. ഇതൊക്കെ ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോഴേക്കും. ഇതൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അത്രയും വെച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കായം പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും തന്നെ ഇതൊന്ന് പൊരിഞ്ഞാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടുകിൻ്റെയും ഉലുവയുടെയും പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 50 ഗ്രാം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ അധികം എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ എരിവിന് നമ്മൾ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഒന്ന് സിമ്മിലിട്ട ശേഷം ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. നമ്മുടെ അച്ചാറിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയുടെ ആ വെള്ളം, ഊറി വന്ന വെള്ളമുണ്ടല്ലോ, അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈത്തപ്പഴത്തിന്റെ പൾപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈത്തപ്പഴമൊക്കെ നല്ലോണം ഒന്ന് കുറുകി കിട്ടണം. നമ്മൾ ഈത്തപ്പഴം അരക്കാൻ വേണ്ടിയിട്ട് വെള്ളമാണ് ഉപയോഗിച്ചതെങ്കിൽ അതിൽ വെള്ളമൊക്കെ വറ്റുന്ന വരെ തന്നെ നമ്മൾ ഇതൊന്ന് വരട്ടിയെടുക്കാൻ ശ്രമിക്കണം. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ ഇത് കുറച്ച് കുറുകിയ ഭാഗത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം തന്നെ ചേർത്താൽ മതിയാവും. ഞാനിവിടെ അപ്പോൾ ഒരു 1/4 ഗ്ലാസോളം ഇളം ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ട് ഒരു തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ അല്പം ഉപ്പ് കുറവായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലോണം ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകമാണ്. ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഒരു 2 സെക്കൻഡ് കൂടി നമ്മൾ ഈ മാങ്ങ ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം മസാലയൊക്കെ ഇളക്കി ആ മാങ്ങയിലൊക്കെ കയറുന്ന പോലെ നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. മാങ്ങ അധികം വെന്ത് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ ഇവിടെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി അടുപ്പൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി വെച്ച ശേഷം നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് അതേ പാത്രത്തിൽ തന്നെ നിങ്ങൾ അനങ്ങാതെ വെച്ചാൽ മതി. എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് നമുക്ക് ചില്ലുകുപ്പിയിലോ ഭരണിയിലോ മറ്റോ ആക്കി സൂക്ഷിച്ചു വെക്കാം. ഞാനിതിപ്പോൾ പിറ്റേ ദിവസം എടുത്ത മാങ്ങയാണ്. ഇതിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നിങ്ങൾ അടച്ചു വെക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് അതിന്റെ അടപ്പ് എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് വന്നിട്ടുള്ള നീരാവി വെള്ളമൊക്കെ തുടച്ച് മാറ്റി കൊടുക്കണം. ഇതിലേക്ക് വെള്ളം ഉറ്റാൻ പാടില്ല. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പോൾ കോവിഡിന്റെ കേസുകളൊക്കെ കൂടി വരികയാണല്ലോ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. നമ്മുടെ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ തരുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ പാലിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വിഭവമായിട്ട് പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് നിജിനാസ് കിച്ചൺ.